ജിഷ്ണു കൃഷ്ണൻ തയ്യാറാണ്. അതിനു മുമ്പ് ഒരു കാര്യം പറയട്ടെ. ഈ നമ്മുടെ AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ കൃത്യമായിട്ടുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ടായിരുന്നു. പണിമുടക്കിൽ പൂർണ്ണ പങ്കാളിത്തം ഉണ്ടാവണം, കോൺഗ്രസ് പ്രവർത്തകരുടെ, INTUC പ്രവർത്തകരുടെ. പക്ഷെ നമ്മുടെ VD സതീശൻ പുതുയുഗം അങ്ങനെ അടിയുഗമായി ആ യാത്രയുമായി അദ്ദേഹം അതിലുടനീളമുള്ള മുമ്പോട്ട് പോവാണ്. അപ്പോൾ അത് KC വേണുഗോപാലിന്റെ പുല്ല് വിലയാണെന്ന് അല്ല ഇവര് ആരാടാ പേരിട്ട് പുതുയുഗ യാത്രയ്ക്ക് അടിയുഗ യാത്ര ഞാനാ കൊടുത്തത്. ശരി, അത് നിങ്ങൾ പറഞ്ഞ് പറയിപ്പിച്ചാണ് നാട്ടുകാർ തെറ്റിദ്ധരിക്കുക. സത്യമായിട്ടല്ല, നമ്പ്യാരകത്ത് ഞാൻ പുറത്തുമായിരുന്നു. ഇവർ ഇങ്ങനെ എക്സ്പോസ്ഡ് ആയിക്കൊണ്ടിരിക്കുകയല്ലേ, എങ്ങനെ ഇത് മുന്നോട്ട് പോകും? ഇന്നലെ കണ്ടില്ലേ, അതായത് ഷാഫി പറമ്പിലിന് ആദ്യം പ്രസംഗിക്കണം, ആ പാവപ്പെട്ട DCC ജനറൽ സെക്രട്ടറി ഇദ്ദേഹത്തെ സതീശനെ വിളിച്ചതാണ് അവിടെ കുഴപ്പമായത്. സതീശന്റെ റിയാക്ഷൻ കണ്ടിരുന്നു താങ്കള്? ഇവന്മാർ പോട്ടെ പുല്ല് എന്ത് വേണം ആക്കട്ടെ എന്നുള്ള മൈറ്റ് ചെയ്തില്ല. ആ ഒരു അവസ്ഥയിലൂടെയാണ് കോൺഗ്രസ് കടന്നു പോകുന്നത്. ഇപ്പോഴിതാ ഇതിന്റെ പേരിൽ ഇനി ഇതിന്റെ പേരിൽ എന്താണ് കൃത്യമായി സമരത്തിൽ പങ്കെടുക്കണം. ഇതിന് VD സതീശന്റെ യാത്രക്കിട്ട് ഒരു ആപ്പ് വെച്ചതാണോ? KC വേണുഗോപാൽ അതാണ് ഉദ്ദേശിച്ചത്. അത് മനസ്സിലാക്കിക്കൊണ്ടായിരിക്കുമല്ലോ സതീശ യാത്രയുമായി മുന്നോട്ട് പോകാൻ തീരുമാനിച്ചത്. അപ്പോൾ നമുക്ക് ജിഷ്ണുവിലേക്ക് പോവാം അല്ലേ. അപ്പോൾ ഇന്ന് പാർലമെൻറ്റിൽ ബജറ്റിന്മേലുള്ള ചർച്ച തുടരും. രാജ്യസഭയിൽ ബജറ്റ് ചർച്ചകൾക്ക് ധനമന്ത്രി നിർമ്മല സീതാരാമൻ മറുപടി നൽകും. കഴിഞ്ഞ ദിവസം ബജറ്റ് ചർച്ചകൾക്കിടയിൽ പ്രതിപക്ഷ നേതാവ് രാഹുൽ തുടർച്ചയായി ചട്ടലംഘനം നടത്തിയതിൽ മുതിർന്ന കേന്ദ്രമന്ത്രിമാർ രൂക്ഷ വിമർശനം ഉയർത്തിയിരുന്നു. ഒപ്പം തന്നെ നമ്പ്യാരെ, ഇന്നലെ അതിരൂക്ഷമായിട്ടാണ് നിർമ്മല സീതാരാമൻ സഭയിൽ കേരളത്തെ വിമർശിച്ചത്, കേരള മുഖ്യമന്ത്രി വിമർശിച്ചത്. ഇവിടെ ഇരുന്ന് പരാതി പറയാതെ തന്ന പണത്തിൻ്റെ കണക്ക് വയ്ക്കൂ, യൂട്ടിലിറ്റി ബോധ്യപ്പെടുത്തൂ, എന്നിട്ട് കൂടുതൽ ഫണ്ട് ആവശ്യപ്പെടൂ എന്ന് പറഞ്ഞ് അതിരൂക്ഷമായി ഇത്രയും കാലം നടന്നിരുന്ന ഈ പ്രായോഗികമല്ലാത്ത പ്ലാൻഡ് അല്ലാത്ത പരിപാടികൾ അതിരൂക്ഷമായ ഭാഷയിലാണ് നിർമ്മല സീതാരാമൻ വിമർശിച്ചത്. ജിഷ്ണു ഇന്നും അടി നടക്കുമോ? അൽനമ്പേർ, ഇന്നും പാർലമെന്റിൽ പ്രതിഷേധം ഉയർത്താൻ പ്രതിപക്ഷ നീക്കമുണ്ട്. കാരണം പുതിയ വിഷയം എന്നുള്ളത് വന്ദേമാതരവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം സർക്കാർ പുതിയ ഉത്തരവും സർക്കുലറും പുറത്തിറക്കിയിരുന്നു. വന്ദേമാതരത്തിന് കൂടുതൽ പ്രാധാന്യം നൽകുന്നതും ഒപ്പം അതിന് പ്രോട്ടോകോൾ നിശ്ചയിക്കുന്നതുമായി ബന്ധപ്പെട്ട് വന്ദേമാതരത്തിൻ്റെ 150-ാം വാർഷികത്തിൽ അത്തരത്തിലൊരു സുപ്രധാനമായ തീരുമാനവും സർക്കുലറും കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയിരുന്നു. ഏറ്റവും പുതുതായി അതിനെ എതിർത്തുകൊണ്ട് ഇന്ന് പാർലമെന്റിനകത്ത് പ്രതിഷേധം ഉയർത്തും എന്നുള്ളതാണ് ചില പ്രതിപക്ഷ എംപിമാരുടെ പ്രതികരണത്തിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. കാരണം വിഷയം ഏതായാലും ഈ ഒരു പാർലമെന്റ് കാലത്തെ സഭാ നടപടികൾ പരിശോധിക്കുമ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള വിഷയങ്ങൾ ഉയർത്തിക്കൊണ്ട് സഭാ നടപടികൾ, പ്രത്യേകിച്ച് ലോക്സഭ തടസ്സപ്പെടുത്തുന്ന സമീപനമാണ് പ്രതിപക്ഷം സ്വീകരിച്ചിട്ടുള്ളത്. ഇന്നും പ്രതിപക്ഷ ബഹളത്തിന് സാധ്യതയുണ്ട്. ഒപ്പം ബജറ്റിന്മേലുള്ള ചർച്ച തുടരും. രാജ്യസഭയിൽ ധനമന്ത്രി നിർമ്മല സീതാരാമൻ ബജറ്റ് ചർച്ചകൾക്ക് മറുപടി പറയും. ഇന്നലെ ലോക്സഭയിൽ ധനമന്ത്രി വളരെ കൃത്യമായി എന്താണ് ഭാരതത്തിൻ്റെ അല്ലെങ്കിൽ കേന്ദ്ര സർക്കാർ 2026-27 ഈ ബജറ്റ് ലക്ഷ്യം വെച്ചത്, അത് എത്രത്തോളം ഭാരതത്തിൻ്റെ ഭാവിയെ സുരക്ഷിതമാക്കും എന്നത് സംബന്ധിച്ച് കൃത്യമായ കാഴ്ചപ്പാടുകൾ, ഒപ്പം പ്രദീപുള്ള ചൂണ്ടിക്കാട്ടിയതുപോലെ എന്താണ് കേന്ദ്ര സർക്കാരിൻ്റെ നയം എന്നുള്ളതെല്ലാം തന്നെ വളരെ കൃത്യമായി ചൂണ്ടിക്കാട്ടിയിരുന്നു. ഒപ്പം ഇന്നലെ പ്രതിപക്ഷ നേതാവ് രാഹുൽ സഭയിൽ സംസാരിച്ചിരുന്നു. അതിൻ്റെ പ്രതികരണങ്ങൾ ഇന്നും നമുക്ക് പ്രതീക്ഷിക്കാം. കാരണം അത്രയധികം രൂക്ഷമായ വിമർശനമാണ് രാഹുലിൻ്റെ പ്രസംഗത്തിനെതിരെ ലോക്സഭയ്ക്കകത്തും പുറത്തും മുതിർന്ന കേന്ദ്രമന്ത്രിമാർ നടത്തിയിട്ടുള്ളത്. കിരൺ റിജ്ജു അതിരൂക്ഷമായ ഭാഷയിൽ തന്നെ രാഹുലിനെ വിമർശിച്ചിരുന്നു. രാഹുൽ അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ ഉന്നയിക്കുകയാണ്. നരേന്ദ്രമോദിക്കെതിരെ ഉന്നയിച്ചു, ഭാരതത്തിനെതിരെ ഉന്നയിച്ചു. ഭാരതത്തെ വിലയ്ക്ക് വാങ്ങാനൊന്നും ഇന്ന് ഒരു ലോകരാജ്യവും ഇല്ല എന്ന കൃത്യമായ പ്രതികരണം കിരൺ റിജ്ജു ലോക്സഭയിൽ തന്നെ നടത്തിയിരുന്നു. അതുകൊണ്ട് രാഹുലിൻ്റെ പ്രസംഗത്തിന്മേലുള്ള പ്രതികരണങ്ങൾ ഇന്നും നമുക്ക് ലോക്സഭയിലും ഒപ്പം പാർലമെൻറ്റിന് പുറത്ത് നേതാക്കളുടെ പ്രതികരണത്തിൽ നിന്നും പ്രതീക്ഷിക്കാം. കൂടാതെ രാജ്യസഭയിൽ ധനമന്ത്രി നിർമ്മല സീതാരാമൻ്റെ പ്രസംഗമുണ്ട്, മറുപടി പ്രസംഗമുണ്ട്. ഈ ബജറ്റ് സമ്മേളനത്തിൻ്റെ ആദ്യ ഘട്ടം ഇന്നോ നാളെയോ അവസാനിക്കും. നാളെ വരെയാണ് നിലവിൽ തീയതി നിശ്ചയിച്ചിട്ടുള്ളത്. നടപടിക്രമങ്ങൾ ഇന്ന് പൂർത്തിയാവുകയാണെങ്കിൽ ഇന്ന് അവസാനിക്കും, ഇല്ലെങ്കിൽ നാളെ ആയിരിക്കും ബജറ്റ് സമ്മേളനത്തിൻ്റെ ആദ്യഘട്ടം അവസാനിക്കുക. പിന്നീട് മാർച്ച് 13-ന് രണ്ടാം ഘട്ടം ആരംഭിക്കും. 2 ഘട്ടങ്ങളിലായിട്ടാണ് ബജറ്റ് സമ്മേളനം ക്രമീകരിച്ചിട്ടുള്ളത്. റൈറ്റ്, ജിഷ്ണു കൃഷ്ണനാണ് ഡൽഹിയിൽ നിന്ന് പാർലമെന്റ് സമ്മേളനത്തിന്റെ ഏറ്റവും പുതിയ വിവരങ്ങൾ നൽകിയത്. ധനമന്ത്രി നിർമ്മല സീതാരാമന്റെ മറുപടി ഇന്നുണ്ടാവും. ചർച്ച തുടരും. ഒപ്പം തന്നെ ഇന്ന് എങ്ങനെ പോകുന്നു അവിടുത്തെ നടപടിക്രമങ്ങളൊന്നും അനുസരിച്ച് ഇന്നാണോ നാളെയാണോ ആദ്യഘട്ട ഈ കേരളത്തിൽ നിന്നുള്ള MP മാരുടെ
കോൺട്രിബ്യൂഷൻ ഒന്ന് നോക്കാം. ആര് പറഞ്ഞു? അങ്ങനെ പറയരുത് നമ്പ്യാരെ. കേരളത്തിൽ നിന്ന് എംപിമാരുടെ കോൺട്രിബ്യൂഷൻ ഇല്ലേ? നിങ്ങൾ പാർലമെന്റ് സമ്മേളനം തുടങ്ങുന്നതിന് മുമ്പോ അല്ലെങ്കിൽ അത് നടന്നുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ പുറത്തേക്ക് കൂടി ഒന്ന് കണ്ണോടിക്കണം. സിന്ദാബാദ് സിന്ദാബാദ് കോട്ടം കേട്ട് സിന്ദാബാദ് വിളിച്ചിട്ട് പുറത്തുണ്ട്. അങ്ങനെ പറയരുത്. നല്ല കോൺട്രിബ്യൂഷൻ ഉണ്ട്. ഡൽഹിക്കാരെ മുഴുവൻ പുതിയ പുതിയ മുദ്രാവാക്യങ്ങൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. വെളിയിലാണെന്നേ ഉള്ളൂ. നിയമനിർമ്മാണ സഭയിൽ ക്രിയാത്മകമായ സംഭവം ഇല്ല എന്നുള്ളത് ഒഴിച്ചാൽ അറിയാവുന്ന പണി ചെയ്യുന്നുണ്ട് പുറത്തു നിന്ന്. സസ്പെൻഡ് ചെയ്യപ്പെട്ടവരുടെ പട്ടികയിൽ എന്നും ഒരു 4-5 മലയാളി എം പിമാരുണ്ടാവും അല്ലേ? അതാണ് നമ്മുടെ കോൺട്രിബ്യൂഷൻ. ക്രെഡിറ്റ് അതിനാണ് ഇവന്മാരെയൊക്കെ തെരഞ്ഞെടുത്ത് അയക്കുന്നത്. എവിടേക്കാ പോയിരിക്കുന്നത്? നിയമനിർമ്മാണ സഭയിലേക്ക്. അവിടെ വരുന്ന വിഷയങ്ങളിൽ ഓരോ സമയത്ത് ഇടപെടുക, അതിൽ എതിർപ്പുണ്ടെങ്കിൽ രേഖപ്പെടുത്തുക, ഓരോ സംഗതികൾ അവതരിപ്പിക്കുമ്പോൾ വേണമെങ്കിൽ അതിന് ഭേദഗതി നിർദ്ദേശിക്കുക. എന്തുകൊണ്ടെന്ന് ചട്ടവും റൂളും ഒക്കെ ഉദ്ധരിച്ച് ഭരണഘടനയെ ഉദ്ധരിച്ചു കൊണ്ട് അതിനെ എതിർക്കണമെങ്കിൽ എതിർക്കുക, പ്രതിപക്ഷമായി പ്രവർത്തിക്കുക. പക്ഷേ സംഭവിക്കുന്നത് എന്താണ്? എന്തെങ്കിലുമൊക്കെ മണ്ടത്തരം നേതാവ് പറയും, അത് പിടിച്ചു കൂവി അവസാനം അതിനെ ന്യായീകരിച്ച് മെഴുകാൻ വഴിയേ പോയ ഒരു എം പിയെ കയറിയിട്ട് വഞ്ചക എന്ന് വിളിച്ചു വാങ്ങിച്ചു കൂട്ടി അവിടെ ധർണയിരിക്കുന്നു. കാരണം കേരളത്തിൽ പറഞ്ഞ പോലെ കേരളത്തിലെ എം പി ആണല്ലോ രാഹുൽ, അത് മറന്നുപോകും. സത്യം. അദ്ദേഹം ഇടയ്ക്ക് എം പി ആയിരുന്നു. അവിടെ പ്രിയങ്ക കാണുന്ന പോലും ഇല്ലല്ലോ. വയനാട് എം പി അവരെവിടെ ഉണ്ട്? അവര് ഉണ്ടോ? ചേട്ടന്റെ വഴി തന്നെയാണ്. അതെ, നമുക്ക് എന്തായാലും ഇടവേള വേണമെന്ന് അല്ല, ഇവരോട് എം പിമാരോട് പറയാനുള്ള നിങ്ങൾ തിണ്ണമിടുക്ക് കാട്ടാതെ 2 വാക്കെങ്കിലും സംസാരിക്കൂ. സഭയ്ക്കുള്ളിൽ 2 ഇഷ്ടംപോലെ സംസാരിക്കുന്നുണ്ട്. അതെ.